ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നിക്സീസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നാട്ടിലാണ് കേട്ടോ. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് നീങ്ങിയിട്ട് ഒരു ചെറിയൊരു പറമ്പുണ്ട്. കടച്ചക്ക ഉണ്ടായി നിൽക്കുന്ന കണ്ടോ. ഞാനിവിടെ വല്ലതും പാകമായിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാട്ടോ. അനിയൻ്റെ പറമ്പാണേ. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് മമ്മി വരുള്ളൂ. അപ്പോൾ കൂടുതലും പറമ്പ് മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ മമ്മി അതിൽ നിന്ന് നോക്കുകയാണ്, ഓരോന്നും വല്ലതും വീണ് കിടക്കുന്നുണ്ടോ എന്താന്നൊക്കെ. മമ്മി ഫ്രണ്ടിൽ വഴി വെട്ടി തെളിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ആഴ്ചയിൽ ഒരിക്കൽ മമ്മി അവിടെ വരുന്നതുകൊണ്ട് അവിടെ വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പരിചയം ഉണ്ടാവുമല്ലോ. എന്നെ അധികം കണ്ടുപരിചയം ഉണ്ടാവില്ലല്ലോ. അത് കാരണം ചിലപ്പോൾ എന്നെ കടിച്ചാലോ. അത് കാരണം ഞാൻ പിന്നിൽ പോകും, മമ്മി ഫ്രണ്ടിൽ പോകും. അമ്മമാരുടെ കെയറിങ് ഭയങ്കരമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വാഴയില വെട്ടാൻ പോകുന്നതാണ്. വീട്ടിൽ കുറച്ച് മൊയിലുണ്ട്, അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഇല വെട്ടാൻ പോകുന്നതാണ്. വല്ല തേങ്ങയോ അടയ്ക്കോ എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ മമ്മി നടക്കണത്. അയ്യോ, ട്രാജക്ടറി കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. കണ്ടോ, മമ്മി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ആ തേങ്ങ കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണില്ല. കാരണം ഈ ബാംഗ്ലൂര് കോൺക്രീറ്റ് കാടുകളുടെ ഇടയിൽ നിന്ന് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പച്ചപ്പ് കാണുമ്പോൾ വേറെ ഒന്നും എൻ്റെ കണ്ണിൽ പെടില്ല. അപ്പോൾ മമ്മി ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനത്തെയൊക്കെ കിട്ടണത് എൻ്റെ കൂടെ വരുമ്പോൾ. പിന്നെ നാളെ തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ നോക്കി വെക്കുന്നൊക്കെ മമ്മിയോട് ഒന്ന് പറയുന്നുണ്ട് കേട്ടാ. ഞാൻ ആ വാഴല അത്രയും വലുതെടുത്തപ്പോ മമ്മി അവിടെ നിന്ന് പറയാണ്, അത്രയും വലിയതായിട്ട് വാഴല വെട്ടാൻ പാടില്ല, അത് ചെറുതാക്കി മുറിക്കണം, വലിയ വാഴല അങ്ങനെ കൊണ്ട് നടക്കരുത് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അതുപോലെ അവിടെ ഒരു പപ്പമരം നിൽക്കുന്നുണ്ട്. അപ്പൊ പപ്പായ ആവശ്യത്തിന് പൊട്ടിച്ച് കൊണ്ടുപോയിക്കോ എന്ന് പറയാണ് മമ്മി അവിടെ നിന്നിട്ട്. അവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പപ്പായൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കണേ. അപ്പോൾ നാളെ അനിയൻ വരട്ടെ, എന്നിട്ട് നോക്കാം, അതവിടെ ഇരിക്കട്ടെ, നാളെയല്ലേ പോണുള്ളൂ എന്നും പറഞ്ഞിട്ട് പോരാൻ നിൽക്കാണ്. അവിടെ നിന്ന് ഒരു കൊല കായും കൂടിയും കിട്ടിയിട്ടാ, ചെറുകായ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോരാൻ നിൽക്കുക. പിന്നെ ഈ കാണുന്ന ഇലകൾ എന്ന് പറയുന്നത് വാഴല ഒരു 2-4 ദിവസത്തേക്ക് മുയലിന് ഉണ്ടാവും കേട്ടോ. മുയലിനുള്ള തീറ്റ പാടത്തിനോട് ചേരിയാണ് ഞങ്ങളുടെ പറമ്പുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാനായിട്ട്. അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഇത് നെൽകൃഷിയൊന്നും ഇപ്പൊ ചെയ്യണില്ല, അതിന്റെ സമയമായിട്ടില്ല. നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പൊ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസാട്ടോ. ഈ പാടം കുറച്ച് ഞങ്ങളുടെ ഇനിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, അവിടെ നിന്ന് പോരാനേ തോന്നില്ല.
പറമ്പിന്റെ അവിടെ നിന്ന് കുറച്ചുണ്ട് കേട്ടോ നടക്കാനായിട്ട്. അങ്ങനെ എല്ലാതും എടുത്ത് ഞങ്ങള് വീട്ടിലെത്തി. അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതും താങ്ങി പിടിച്ച് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി മയിലിനെ കാണിച്ചു തരാം. ഇത് ആൺമയിലാണ് കേട്ടോ. അവൻ ഇത്തിരി കുറുമ്പ് കൂടുതലുള്ള കാരണം അവനെ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ചു നാളായിട്ടാ ഞങ്ങളവിടെ ഇപ്പൊ ഒരു 4-5 വർഷത്തോളം ആയിട്ടുണ്ട് ഇവൻ ഇവിടെ വന്നിട്ട്. തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു കൂടുണ്ട്, അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 കിടക്കുന്നത് കുട്ടികളാണ് കേട്ടോ, അപ്പുറത്ത് അതിന്റെ അമ്മയും. അങ്ങനെയാണ് അതിനെ ഇട്ടിരിക്കുന്നത്. ഡോറ് തുറന്നാ പുറത്തേക്ക് ചാടൊന്നുമില്ല കേട്ടോ, നല്ല അനുസരണയോട് കൂടി അവിടെ കിടന്നോളും. അനിയന്റെ മോന് വേണ്ടിയിട്ട് ഒരെണ്ണത്തിനെ മേടിച്ചതാ, പിന്നെ അതിന് കൂട്ടൊരെണ്ണം അങ്ങനെ മേടിച്ച് ഇപ്പൊ നിറയെ ഉണ്ടായിരുന്നു. കുറെ എണ്ണത്തിന് ഇപ്പൊ അനിയൻ കൊടുത്തു ഉണ്ടായിരുന്നത് മുഴുവൻ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നിനും സമയം തികയാറില്ല. കുറച്ച് സെക്കൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നും. 2-3 ദിവസം നിന്ന് കഴിഞ്ഞാലും അതുപോലെ സമയം പോവും. ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പറമ്പിലൊക്കെ കിടന്ന് നടക്കുകയും ചെയ്യും. പിന്നെ അനിയന്റെ മോനുള്ളത് കൊണ്ട് ഒന്നും പറയുകയും വേണ്ട. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും രാത്രി ആയ പോലെ തോന്നും. ഒന്നിനും സമയം തികയില്ല, ഒരുപാട് സ്ഥലത്തേക്ക് പോവുകയും വേണം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് എൻ്റെ വീടാണ് കേട്ടോ. ഞാൻ ചേട്ടൻ്റെ വീട്ടിലും പോയിരുന്നു. അവിടെ ചെന്ന് അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി. അതുണ്ടായത്. ഞാനും മമ്മിയും കൂടി അവിടെ നിന്നിട്ട് ഇലയും അതിന് വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോന് അതിൻ്റെ ഉള്ളിലേക്ക് കൂട് തുറന്ന് കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പേടി. അപ്പൊ ഈ അഴിയുടെ ഇടയിൽ കൂടെ ഇല കയറ്റി കൊടുക്കുക. അപ്പൊ മമ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയല്ലടാ അത് തുറന്നിട്ട് ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാ. നാട് വിട്ട് മാറി മറുനാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇവിടുത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടി തൃശ്ശൂർ ടൗണിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ആകാശപാത കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത്. ഇവിടെ സെക്കൻഡ് സ്റ്റാൻഡും മാർക്കറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് അവിടുത്തെ തിരക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് നടക്കാൻ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. പക്ഷെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. കാരണം അധികം ആൾക്കാരൊന്നും അത് ഉപയോഗിക്കണത് കാണാനില്ല. ഒക്കെ താഴത്തോടെ തന്നെയാണ് നടക്കുന്നത്. തിരക്കും നന്നായിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം ഞാനും അനിയനും ചേട്ടനും കൂടിയിട്ട് വീണ്ടും പറമ്പിലേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസം ഞാനും മമ്മിയും വന്ന് നോക്കിയത് ആ കടച്ചക്കയൊക്കെ ഒരെണ്ണം പോലും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പകുതി സാധനങ്ങളൊന്നും എൻ്റെ കണ്ണിൽ പെടില്ല. അവൻ വന്നപ്പോൾ അവൻ പറഞ്ഞു നിറയെ ഉണ്ട്, നീ എന്തോ ഒന്നുമില്ല എന്ന് പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ഒക്കെ പൊട്ടിച്ച് തരികയാണ്. പിന്നെ ഈ കടച്ചക്കയൊക്കെ ബാംഗ്ലൂരിൽ കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ. പിന്നെ അതിനപ്പുറം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഈ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ വിഷമൊന്നും അടിക്കാണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയും കൂടി മാറി കേട്ടാ അതാണ് കാണില്ല നേരായിട്ട് വരാൻ. പൊട്ടിക്കാം വെറുതെ അല്ല, ഞാൻ പറയാ എന്നിട്ട് കണ്ടില്ലാന്ന് പറഞ്ഞു. എന്തിട്ട് നോക്കുന്ന എനിക്കറിയില്ലല്ലോ. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഏറ്റടിയില്ല മഞ്ഞ കളറായിട്ട് നിൽക്കണം. ഏറ്റടിയിൽ തീർത്താൽ 2 മതി എനിക്ക്. അത് 2 കൂടിയിട്ട് നിൽക്കണം. കൊണ്ടുപോവാൻ പറ്റണ്ടേ സംഭാവന ചെയ്യാനായിട്ട്. ഇത് കണ്ടോ അണ്ണാൻ കാരിത. ഇതിന് മധുരമൊന്നുമില്ല, പിന്നെ എന്തിനാണോ ഇത് ഇങ്ങനെ കാരിക്കള നശിപ്പിക്കണേ. നീവനെ തട്ടണം 5 എണ്ണം. ആരെണ്ണുള്ളെങ്കിൽ 4 എണ്ണം മതി. പപ്പായൊക്കെ കുറച്ചധികം പൊട്ടിച്ചിട്ടുണ്ട്. അത് ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം
അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ബാംഗ്ലൂര് പപ്പായ കിട്ടായികയല്ല, പക്ഷെ നമുക്ക് നല്ലത് വിഷമടിക്കാത്തതൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഒരു പരിചരണമോ അല്ലെങ്കിൽ ഒരു വളമോ ഒന്നും ചെയ്യാതെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുമല്ലോ. പിന്നെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് മുഴുവൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാനല്ല കേട്ടോ, തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കും. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ കെട്ടിത്തങ്ങി കൊണ്ടുവരുന്നത്. അടിയിൽ പിടിക്കുക, കൈ അല്ലെങ്കിൽ ഒരു കായ അതുമേന്ന് ഉരിഞ്ഞണ്ടേ താഴെ വീഴും. പൊളിഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് പറമ്പ് വൃത്തിയാക്കാൻ വന്നത്. ചീരയാണെങ്കിൽ ചീര മുഴുവൻ പറിച്ചോണ്ട് തന്നെ മതി. എന്തുവണ്ടി കൊണ്ടുവന്നുണ്ട്? അർബാനിയല്ലേ? അത് കൊണ്ടുവന്നുണ്ട്. ഞാൻ വിചാരിച്ചു ട്രെയിനിൽ കൊണ്ടുപോകേണ്ട കാര്യം പറയാം. ചെറിയ കൂട്ടില്ലേ, പൊലി കൂട്ടുക ചെയ്യാ, അല്ലാണ്ട് കുഴി കുത്തി കുഴിച്ചിടണതല്ലത്. അവിടുത്തെ ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിക്കാതെ മരിച്ചിട്ട് രക്ഷയാണ്. ഞാൻ വയർക്കണ കാരണം ഊതിയതാ. ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരുന്ന വയർക്കും. നാട്ടിൽ പോയിട്ട് തിരിച്ചു പോരാന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് തിരിച്ചു പോരാതിരിക്കാൻ പറ്റില്ലല്ലോ. സാധാരണ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരാഴ്ചയെങ്കിലും നിൽക്കാനുള്ളൊരു സമയം കണക്കാക്കിയിട്ടാണ് പോവാറ്. പക്ഷെ ഇപ്രാവശ്യം 2 ദിവസം ഉണ്ടായുള്ളൂ. ശരിക്ക് വീട്ടിൽ ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതുപോലെ അനിയൻ്റെ മോനാണെങ്കിൽ ഞങ്ങൾ പോരുന്നതിന് ഭയങ്കര വാശിയായിരുന്നു. അവന് ഞങ്ങളുടെ കൂടെ വരണം എന്നും പറഞ്ഞിട്ട്. അവന് സ്കൂളുള്ള കാരണം അവനധികം നേരം ഞങ്ങളുടെ കൂടെ കിട്ടിയില്ല. അപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ പോരണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. ചേട്ടന് എവിടെ പുളി കണ്ടാലും അപ്പം വേണം. അപ്പോൾ അളിയൻ്റെ വക അത് പൊട്ടിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ പുളിയൊന്നും കേട്ടോ, വേറെ ആരുടെയോ ആണ്. പക്ഷെ ചേട്ടന് എവിടെ പുളി കണ്ടാലും അപ്പം വേണം. അങ്ങനെ ആ പറമ്പിലത്തെ വിളവെടുപ്പും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് അവിടെ അനിയൻ്റെ മോൻ കാത്തു നിൽക്കുന്നുണ്ട്. സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ വരണമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇതൊക്കെയാണ് കൊണ്ടുപോകാൻ. ഇത് മുഴുവൻ കൊണ്ടുപോകണില്ല കേട്ടോ, കുറച്ച് ഇവിടേക്ക് തന്നെയാണ്, വീട്ടിലേക്ക് തന്നെ. ഇത് അനിയൻ വളർത്തുന്ന മീനുകളുടെ കുളമാണ് കേട്ടോ. ബ്രാലാണ്, ഞങ്ങളിവിടെ ബ്രാലെന്നാ പറയാ. പല സ്ഥലത്തും പല പേരുകളാന്ന് തോന്നുന്നു. അതിന്റെ വെള്ളമൊക്കെ മാറ്റാറായിട്ടുണ്ട്. അപ്പൊ ഇതിന് വെള്ളം ക്ലിയർ ചെയ്യാനായിട്ട് അവൻ വാഴയുടെ പിണ്ടീന്നില്ല നിങ്ങൾ പറയാ, അത് കൊണ്ടുവന്നിടും. അപ്പോൾ പഴയത് മാറ്റിയിട്ട് പുതിയത് ഇടാൻ നിൽക്കുകയാണ്. തീറ്റ കൊടുത്തെന്ന് കാലത്ത് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ.
കുറച്ച് ഇട്ട് ആൻറ്റിക്ക് ഇത്തിരി തന്നെ ഇത്തിരി ഇട് ആ മതി എത്ര ഇതേ അങ്ങോട്ട് എടുത്തു ഇടാൻ പറ്റേന്ന് അങ്ങനെ എടുത്താൽ അത് മീൻ വരുന്നില്ല വെള്ളം എങ്ങനെ വരണേ പതുക്കെ പോ അപ്പോഴേക്കും ഇന്നൂന്ന് സ്കൂളിലേക്ക് പോകാനുള്ള ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവനെ ഇന്നൂന്നാണ് കേട്ടോ വിളിക്കുക. ടാറ്റാ നല്ല കുട്ടിയായിക്കോളട്ടാ. ഞങ്ങള് വെക്കേഷൻ അങ്ങോട്ട് വരും ബാംഗ്ലൂർ. അവനെ ഞാൻ കൊണ്ടുപോകാത്തതിന് അവൻ പിണങ്ങിപ്പോയി. ഇതെല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നതാ. തിരിച്ചു പോവാന്ന് പറയുമ്പോ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. ശരി മമ്മി. അവനോട് ബൈ.